മുഖത്തുണ്ടാകുന്ന എല്ലാ തരം പ്രശ്നങ്ങൾക്കും ഒരൊറ്റ പരിഹാരം പറഞ്ഞു തരട്ടെ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും ആർക്ക് വേണമെങ്കിലും യൂസ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത്, എപ്പോൾ യൂസ് ചെയ്താലാണ് സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുക എന്നൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിൻ കളറിലിരിക്കുന്നതുകൊണ്ട് പ്രസരിപ്പും എടുപ്പും ഒന്നും ഉണ്ടാവത്തില്ല. ബട്ട് നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാര്യം ഉറപ്പായി നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ. സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും സൺ ടാൻ, അതായത് നമുക്ക് വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ്, കറുത്ത പാടുകൾ, ഇതൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഉറപ്പായും ഹെൽപ്പാക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ്. സൂപ്പറായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിയാലോ. ഓക്കെ ഗൈസ്, വെൽക്കം ടു അവർ കുട്ടി യൂട്യൂബ് ഫാമിലി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എളുപ്പത്തിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കണം, മുഖം നന്നായിട്ട് കഴുകണം. ഇതൊക്കെ നമ്മൾ പ്രൈമറി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ മുടി കെട്ടി വയ്ക്കുന്നില്ല, ഡോണ്ട് മൈൻഡ്. വൈ? ബിക്കോസ് ക്യാമറയിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ടൊക്കെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത്, ഫസ്റ്റായിട്ട് എടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ ഷോപ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് സെറ്റ് ആവുന്നുണ്ട്, ഒക്കെയാണ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, അഫോർഡബിൾ ആണെന്നും കൂടെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് യൂസ് ആക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഹെച്ച്നാറ്റിൻ്റെ ഓറഞ്ച് പീൽ പൗഡറാണ്. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം കൂടെ ഒരു പാക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട്, അതൊരു പേപ്പർ പാക്കറ്റിലാണ് വരുന്നത്. സോ അത് മാറ്റിയിട്ട് ടബിലാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. സോ ഈസി ആയിട്ട് യൂസ് ആക്കാനായിട്ട് പറ്റും. അടുത്തായിട്ട് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും ഒക്കെ സഹായിക്കും. ഓറഞ്ച് പീൽ പൗഡർ സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് തരും, മുഖം നന്നായിട്ട് തിളങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഇതിപ്പോൾ ഞാനിതിങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്ന അലോവേര ജെല്ലുണ്ടല്ലോ, കറ്റാർവാഴ ചെടിയിൽ നിന്ന് എടുക്കുന്നത്, അത് നിങ്ങൾക്ക് യൂസ് ആക്കാം. നന്നായിട്ട് വർക്കാകും, സൂപ്പർ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനും സൂത്തൻ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ റെഡ്നെസ്, ഡൾനെസ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടിപൊളിയായിട്ട് ഹീലാക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും അലോവേര ജെല്ലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുഖക്കുരു വന്നതിൻ്റെ ചെറിയ തടിപ്പ് അല്ലെങ്കിൽ ചുവന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് സഹായിക്കും. ഓവർ എ പീരീഡ് ഓഫ് ടൈം, കുറേ ദിവസം നമ്മൾ യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നല്ല രീതിയിലൊരു ഡാർക്ക് സ്പോട്ട്സ്, ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറുന്നതായിട്ട് മനസ്സിലാവും. റെഗുലറായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അലോവേര ജെൽ യൂസ് ആക്കാം. നന്നായിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അലോവേര ജെല്ല് മാത്രമായിട്ട് പാക്കൊക്കെ നിങ്ങൾ ആഴ്ചയിൽ 2-3 ദിവസം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുത്തത് റോസ് വാട്ടറാണ്. 1 സ്പൂൺ ഞാൻ റോസ് വാട്ടർ ചേർത്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1 സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി. റോസ് വാട്ടറും ചേർക്കാം, ബാക്കി ഞാൻ വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് റോസ് വാട്ടറും പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ബാക്കി ആവശ്യമുള്ളത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അതാ ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ആക്കുന്നുണ്ട്. അലോവേര ജെല്ല് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ തേൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ബേസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് സെറ്റ് ആവുന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ ഞാനിപ്പം ഓറഞ്ച് പീൽ പൗഡറും ബേസൻ, നമ്മുടെ കടലമാവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും തന്നെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് വർക്കാവുന്ന ഐറ്റംസാണ്. സൺ ടാൻ, പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. സോ എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് വെള്ളം ചേർത്താണ് ബാക്കി മിക്സ് ആക്കുന്നത്. അത് നിങ്ങൾ കണ്ടോ. പ്രധാനമായിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾക്ക് PCOD, തൈറോയിഡ് അങ്ങനത്തെ ഏതെങ്കിലും ഇഷ്യൂസ് കാരണം പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഡോക്ടറെ ചെന്ന് കൺസൾട്ട് ചെയ്യുക. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പായും സ്കിൻ കെയർ ഒക്കെ ആ ഒരു സമയത്തും അല്ലാത്തപ്പോഴും എല്ലപ്പോഴും ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് അതിന്ന് കംപ്ലീറ്റ് ആയിട്ടും ഒരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യമാണ്, എല്ലാവരും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ വരുന്നത്, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഡാർക്ക്നെസ് ഒക്കെ മുഖത്തുണ്ടാവുന്നത്, മുഖത്ത് കഴുത്തിലൊക്കെ ഉണ്ടാവുന്നത്, മോസ്റ്റ് പ്രോബബ്ലി അത് വന്നിട്ട് വേറൊരു
ഹെൽത്ത് കണ്ടീഷൻ കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലാതെ ഉണ്ടാവാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല, നിങ്ങൾ ചെയ്യാനുള്ള വേറെ ഒന്നും ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ അകാരണമായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളൊരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ. എന്തെങ്കിലും വേറെ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ ബോഡിയെ നമ്മളെക്കാളും നന്നായിട്ട് അറിയാവുന്ന വേറെ ആരും ഉണ്ടാവില്ല. സോ നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ കെയർ ടിപ്സൊക്കെ ചെയ്ത് നോക്കിയാൽ സൂപ്പറായിട്ട് മാറ്റം ഉണ്ടാവും കേട്ടോ. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മൾ ഉറങ്ങാണ്ടിരിക്കുക, നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാണ്ടിരിക്കുക, കുറേ ജങ്ക് ഫുഡ്സ് കഴിക്കുക, അങ്ങനത്തെ പ്രോബ്ലംസും ഈ ഒരു മെയിൻ ഇഷ്യൂ ആണ് കേട്ടോ. ഈ ഒരു കാര്യത്തിന് മെയിൻ ഇഷ്യൂ ആണ്. അപ്പോൾ നിങ്ങളതൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് ദിവസം നോക്കുക. ഒരു 3-4 മാസമൊക്കെ നിങ്ങളതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ട് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡീനെ മനസ്സിലാവുള്ളൂ. നമുക്ക് ഓരോരോ പ്രോബ്ലം ഉണ്ടാകുന്നത് വേറെ ഓരോരോ, അതായത് നമുക്കിങ്ങനെ കാണുന്നില്ല. നമ്മുടെ പിഗ്മെൻറ്റേഷൻ, മുഖക്കുരു ഒക്കെ ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അതിനത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഓയിലി സ്കിന്നൊക്കെ ആണ്, പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഖക്കുരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പൊടിയടിക്കുമ്പോഴാണോ മുഖക്കുരു വരുന്നത്, അതോ നിങ്ങൾ മുഖം രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് ക്ലീൻ ചെയ്യാത്തപ്പോഴാണോ വരുന്നത്, അത് നോക്കുക. അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അത് ചെയ്തു പോവുക, കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോവുക. അതിനുശേഷം നിങ്ങളത് മാറാനായിട്ടുള്ള ഒരു പാക്കോ അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ റുട്ടീനോ ഒക്കെ ഫോളോ ചെയ്താൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. നമുക്കത് അടിപൊളിയായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമ്മുടെ സ്കിന്നെ നമ്മൾ ദ്രോഹിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് വാരിയിട്ടിട്ടും ഒരു കാര്യമില്ല. സോ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ സ്കിൻ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ്. സോ അതൊന്ന് മൈൻഡിൽ വെക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന. ചെറിയ കാര്യങ്ങൾ വലുതായിട്ട് എക്സാജറേറ്റ് ചെയ്യാനല്ല പറഞ്ഞത്, ബട്ട് സ്റ്റിൽ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ബോഡി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അത്രയേ ഉള്ളൂ. ഈ ഒരു ഫേസ് പാക്ക് ഞാനൊരു 15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. സാധാരണ വെള്ളത്തിലാണ് കഴുകിക്കളയുന്നത്. ആഴ്ചയിൽ ഒരു 2-3 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു നോർമൽ ഫേസ് വാഷോ ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലാത്ത ദിവസങ്ങളിൽ മുഖം കഴുകിയാൽ മതി. ഇപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകിയിട്ട് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എന്ന നിലയിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം സാധാരണ നിങ്ങൾ എന്താണോ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. സിറംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു നിർബന്ധമല്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ബെയർ മിനിമം ഒരേ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രമെങ്കിലും ബെയർ മിനിമം ചെയ്ത് കൊടുക്കുക. ബാക്കിയൊക്കെ ഓപ്ഷണൽ സ്റ്റെപ്സാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഫേസ് വാഷ് യൂസ് ആക്കുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. പിന്നെ ആഴ്ചയിൽ ഒരു 3 ദിവസം ഏതെങ്കിലും ഒരു പാക്ക് യൂസ് ആക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ വ്യത്യാസം കൊണ്ടുവരും. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന പാക്സൊക്കെ ഉണ്ടല്ലോ, അതിൽ ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് വേണ്ടത് അത് തിരഞ്ഞെടുത്ത് യൂസ് ആക്കുക. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒരു പാക്ക് തന്നെ യൂസ് ആക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് എല്ലാം സെറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് വെറൈറ്റിയൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ബട്ട് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ്, ഒരു ഇൻഗ്രീഡിയൻറ്റ് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് യൂസ് ആക്കുക. പുറത്തൊക്കെ നമ്മൾ ഫേസ് പാക്കൊക്കെ വാങ്ങാൻ പോയാൽ നല്ല റേറ്റ് വരും, പക്ഷെ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുന്നതും കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലുള്ളതൊക്കെ യൂസ് ആക്കുമ്പോൾ സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര നല്ലതാണ്, നന്നായിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ടാഗ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വിലയും ഡീറ്റെയിൽസും ഇൻഗ്രീഡിയൻസും എല്ലാം അറിയാനായിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.